ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, ഒരു ദിവസം എന്തൊക്കെ നടക്കുന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ചു, നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് സ്നാക്സ് ഉണ്ടാക്കിയാണ് കേട്ടോ. ഒരു 6:30 സമയമായിട്ടുണ്ടാവും. അപ്പോൾ ബ്രെഡ് ടോസ്റ്റില്ലേ, അതാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഏലക്കപ്പൊടിയും ഒരു നുള്ള് ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം, അത് കൂട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുറച്ച് പാല് കൂടി അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. വെറും മുട്ടയിൽ അങ്ങനെ ചെയ്യലില്ല. ഇങ്ങനെ ആക്കുമ്പം ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. പിന്നെ എപ്പോഴൊന്നും ഇതുപോലെ രാവിലെ ഇങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല. ഓരോരിക്കും എന്താ ചെയ്യുക, ചായക്ക് ഇങ്ങനെ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ റസ്ക് അല്ലെങ്കിൽ മിക്സ്ചറല്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ ചായ കുടിക്കുന്ന ശീലം അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ഒരു മൂടുണ്ടെങ്കിൽ അങ്ങനെ ചായ കുടിക്കും കേട്ടോ. പിന്നെ അതുപോലെ ബ്രെഡ് ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് ഇന്ന് ബ്രെഡ് ടോസ്റ്റ് ആക്കാൻ വെച്ചത്. പിന്നെ അല്ലെങ്കിൽ പഴം ഉണ്ടെങ്കിൽ പഴം വറുത്തത് അല്ലെങ്കിൽ പഴം വാട്ടിയതൊക്കെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും ആട്ടോ ഉണ്ടാക്കൽ. ചായ കുടിക്കുന്ന ശീലം തന്നെ എപ്പോഴും നിർത്തണം എന്ന് വിചാരിക്കേ. പക്ഷേ ഇതുപോലുള്ള ഐറ്റംസ് കാണുമ്പോൾ ഇന്നും കൂടി കുടിച്ചേക്കാം, അങ്ങനെയാണ് നീട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. പിന്നെ അപ്പോൾ ഇതാ ബ്രെഡ് ടോസ്റ്റിനായിട്ട് ബ്രെഡെല്ലാം ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്യുന്നത്, പശു നെയ്യിൽ. നല്ല വീട്ടിലുണ്ടാക്കിയ നെയ്യ് തന്നെയാണ് കേട്ടോ. വീട്ടിൽ പശുവും പാല് വാങ്ങുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല കട്ടിയിൽ പാട കിട്ടലുണ്ട് കേട്ടോ. അപ്പം അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഹോം മെയ്ഡ് തന്നെയായിട്ട് ഉണ്ടാക്കലാണ് പശുവിന്. എന്താ വെച്ചാൽ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ എപ്പോഴും ഇത് തന്നെയല്ലേ ബെസ്റ്റ്. അപ്പോൾ ഇതാ ബ്രെഡ് മിക്സ് ചെയ്ത് മുട്ടയിൽ മുക്കിയിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നല്ല നാടൻ ബ്രെഡാണ് കിട്ടിയത്, മിൽക്ക് ബ്രെഡില്ലേ, അതുകൊണ്ട് അത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സാധാ സ്ലൈസ് ചെയ്ത് ബ്രെഡാകുമ്പം അങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാമല്ലോ. ഇനി ഇതാ ബ്രെഡിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. അപ്പം അത് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ. അതായത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് സ്കൂളിലിപ്പം കൊടുത്തിടാനെല്ലാം സ്നാക്സിലെല്ലാം അങ്ങനെ ചെയ്തെടുക്കാമല്ലോ. അതുപോലെ ഈവനിങ്ങിൽ വരുമ്പം കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനെല്ലാം ബ്രെഡും മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞാനവിടെ ചായ വെക്കുന്നുണ്ട്. പിന്നെ ചായയെല്ലാം കുറിച്ച് കുറച്ച് സമയം നമ്മളിങ്ങനെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കും. ഇപ്പം പിന്നെ അങ്ങനെ ആരും സ്കൂളിൽ വിടാനൊന്നുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ അതെല്ലാം അവിടെ ഇരുന്ന് പ്ലാൻ ചെയ്യും കേട്ടോ. അതായത് ഇപ്പം ഫുഡ് ഉണ്ടാക്കേണ്ടതായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീട്ടിൽ പണികളായാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ടൈമിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആദ്യമേ തീരുമാനിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാ നമ്മളെ ബ്രെഡ് ടോസ്റ്റും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ് റാഹത്തായി. ഇനി ഇതാ വേഗം പണി തീർക്കുന്നുണ്ട്, അടിച്ചുവാരൽ തുടക്കൽ ആ പണിയെല്ലാം ഉണ്ട്. അപ്പം മോന് ഉറങ്ങി എണീക്കുമ്പോഴേക്ക് പണി തീർക്കണം. മോനിപ്പോൾ 1.5 വയസ്സാണുള്ളത്. അപ്പം ചടപടേന്ന് വേഗം പണി തീർക്കാൻ നിൽക്കലാണ് കേട്ടോ. അവന് ഉറങ്ങി എണീച്ചാൽ അങ്ങനെ പെട്ടെന്നൊന്നും ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. കുറച്ച് കരച്ചിലും ഇതെല്ലാം ആയിട്ട് കുറച്ച് അവിടെ കളിച്ച് അവൻ്റെ ഒരു മൂഡ് മാറ്റിയെടുക്കൂലേ, എന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഈ ചെറിയ കുട്ടികളുള്ളവരൊക്കെ പറയുന്നില്ലേ, വേഗം പണി തീരുന്നില്ല, പണിയെടുത്താൽ ആവുന്നില്ല, ഇവരുണ്ടാകുമ്പോൾ നമുക്ക് ഇവരെ നോക്കണം, പണികളൊക്കെ തീർക്കണം നടന്നില്ലേ. അപ്പോൾ ഇവർ ഉറങ്ങി എണീക്കുന്ന ടൈമിൽ നമുക്ക് ആവുന്നത്ര നമ്മൾ വേഗം ഒരുക്കണം കേട്ടോ പണികളിൽ. ഞാൻ അടിച്ചുവാരി കഴിയുമ്പോഴേക്ക് മോൻ എണീച്ചു കേട്ടോ. അപ്പം ഇതുപോലെ കുക്ക് ചെയ്യുന്ന കണ്ടാൽ അവനക്ക് എന്ത് ചെയ്യുക, അതുപോലെ അവിടെ വന്നിരിക്കണം. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇതുപോലെ വർത്താനെല്ലാം പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നാൽ അവനങ്ങാണ്ട് അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. നമ്മളെ മക്കൾക്ക് അല്ലെങ്കിലും
എന്താ ഒരുപാട് ടോയ്സ് ഉണ്ടെങ്കിലും ഈ കിച്ചൺ ഐറ്റംസ് ഇല്ലേ, പാത്രങ്ങൾ, സ്പൂണ്, അതുപോലത്തെ അതുകൊണ്ട് കളിക്കാനുള്ള കൂടുതൽ ഇഷ്ടം അവർക്ക് ഉണ്ടാവുക. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളമാക്കിയിട്ട് സ്പൂണും കൊടുത്ത് അവിടെ ഇരിക്കും. അപ്പോൾ അവനെ ഹാപ്പിയാണ് കേട്ടോ. പിന്നെ അപ്പം നാസ്ത ദോശയും മീൻ കറിയാണ് ഉണ്ടായത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. കണ്ണൂർ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഇത്തത്തൻ്റെ കൂടെ പോകുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റിലൊന്ന് അതിൽ പറയാം. എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളൊന്ന് അവിടെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മളിത് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന് കേട്ടോ. ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. പിന്നെ ഇവർ ബുക്ക് ചെയ്തിട്ട് പോയതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു തരാൻ പറ്റിയേ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൻ്റെ അകത്തൊന്നും കയറിയില്ല, കുട്ടികളുള്ളതുകൊണ്ട് വണ്ടിയിൽ തന്നെ ഇരിക്കരുത്. ഇപ്പോൾ എന്തൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം ചെറിയ കുട്ടികളാകുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡാവാൻ അത്രയല്ലേ വേണ്ടു. അതുകൊണ്ട് അവരെ നോക്കിയിട്ട് ഞാൻ വണ്ടിയിൽ ഇരിക്കരുത്. അങ്ങനെ അവിടുത്തെ ആവശ്യമില്ല കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് പോയത് നെസ്റ്റോയിലേക്കാണ് കേട്ടോ. കണ്ണൂർ നെസ്റ്റോയിലാണ് പോയത്. അത്യാവശ്യം വളരെ ചിലർ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിന്. അങ്ങനെ അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് വീഡിയോസിൽ എടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം വാങ്ങാനുണ്ടായിന്, അതെല്ലാം വാങ്ങി. അപ്പോഴാണ് അവിടെ ഇങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചത്, അതുപോലെ ഉപ്പിലിട്ട ഐറ്റംസ് എല്ലാം ഇല്ലേ, അതെല്ലാം കണ്ടു കേട്ടോ. നമ്മളെ വീട്ടിലെ സ്ത്രീകളിലും മക്കളെല്ലാം അയച്ച് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമില്ലേ, ആ ഒരു ടൈമിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമുക്ക് സ്വയം തൊഴിൽ എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് വലിയ കാര്യമല്ലേ. ഒന്നുമില്ലെങ്കിലും നമുക്കൊരു വരുമാനം കിട്ടുമ്പം നമ്മളെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ നമുക്ക് തീർക്കാമല്ലോ. കൂടാതെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അനാവശ്യമായിട്ട് ചിന്തിച്ച് ഡിപ്രഷനായി അങ്ങനെയൊക്കെ ഇരിക്കുന്നില്ലേ. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ നോക്കിയാൽ നമുക്ക് വരുമാനമായി, എന്താ പറയുക, നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കുമല്ലോ, മനസ്സിനൊരു സമാധാനമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിരിക്കാൻ പറ്റുമല്ലോ. വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുന്ന വീട്ടമ്മമാരെല്ലാം ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. കണ്ണൂർ ഒതേൻസിലാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളെ കണ്ണൂർ വന്നാൽ അധികം ഇവിടെ തന്നെയാണ് ഫുഡ് കഴിക്കൽ. ഇവിടെ നല്ല അടിപൊളി ഫ്രൈ എല്ലാം കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണത്. അങ്ങനെ ഉച്ചയൂണ് കഴിച്ചതിന് ശേഷം ഒരു മധുരം കഴിക്കലുണ്ടല്ലോ, അങ്ങനെയായിട്ട് നമ്മൾ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിനെ. അങ്ങനെ മൊത്തത്തിൽ ജോലി അടിച്ച് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ തത്തക്ക് പുതിയ വീട് എടുക്കുന്നുണ്ട്. അവിടെ കൂടി കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോൾ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ പുതിയ വീട്ടിൽ കയറിയിട്ടുണ്ടായിനെ. അവിടുത്തെ ജോലികളൊക്കെ ഒരുവിധം ആയിട്ടുണ്ട്, കാര്യമായിട്ട് പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ.